കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് പോർഷനായ ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ പറ്റി നമുക്ക് ഏകദേശം ധാരണയുണ്ട്. കാരണം നമ്മൾ പോളാർ മോളിക്യൂൾസിനെ പറ്റി ഡൈപോൾ മൊമെൻറ്റിൻ്റെ പോർഷൻ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്തെന്നായിരുന്നു നമ്മളിവിടെ പറഞ്ഞിരുന്നത്? ഒരു മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായ ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോൺസിൻ്റെ അട്രാക്ഷൻ കൂടുതലായി വരുന്നു ഒരു മോളിക്യൂളിൽ. അതിനായിരുന്നു നമ്മൾ പോളാർ നേച്ചർ അല്ലെങ്കിൽ പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞിരുന്നു. അതിനൊരു കേസ് എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ കേസിൽ ഈ ഒരു കോവാലൻ്റ് ബോണ്ടിനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു ബോണ്ടായിരിക്കും, കോവാലൻ്റ് ബോണ്ടിനേക്കാളും വീക്കർ ആയിട്ടുള്ളൊരു ബോണ്ടായിരിക്കും നമ്മുടെ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ വാണ്ടർ വാൾസ് ഫോഴ്സിനേക്കാളും സ്ട്രോങ്ങർ ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ കമ്പാരിസൺ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് വീക്കർ ദാൻ എ കോവാലൻ്റ് ബോണ്ട് ബട്ട് സ്ട്രോങ്ങർ ദാൻ എ വാണ്ടർ വാൾസ് ഫോഴ്സ്. ആൻഡ് ദ ഡെഫിനിഷൻ ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് ദ വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആറ്റം ഓഫ് വൺ മോളിക്യൂൾ ആൻഡ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഓഫ് ദി സെയിം ഓർ ഡിഫറെൻറ്റ് മോളിക്യൂൾ ഈസ് ടേംഡ് ആസ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഒരു ഹൈഡ്രജൻ ആറ്റം ഉള്ള ഒരു മോളിക്യൂളിന് നെക്സ്റ്റ് വേറൊരു മോളിക്യൂളുമായിട്ടും അതേപോലെ സിമിലർ ആയിട്ടുള്ള സെയിം മോളിക്യൂളുമായിട്ടും ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് ഇതിൻ്റെ ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് വഴി നമുക്ക് മനസ്സിലാവും. അതെങ്ങനെയാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു മോളിക്യൂളിനുള്ളിൽ തന്നെയും മറ്റൊരു മോളിക്യൂളുമായിട്ടും എങ്ങനെ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ ടൈപ്സ് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡോട്ടഡ് ലൈൻ വെച്ചിട്ടായിരിക്കും. ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ചാണ് ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് എ വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആറ്റം ഓഫ് വൺ മോളിക്യൂൾ ആൻഡ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഓഫ് ദി സെയിം ഓർ ഡിഫറെൻറ്റ് മോളിക്യൂൾ ഈസ് ടേംഡ് ആസ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂളിൻ്റെ ഉള്ളിൽ ഒരു ഹൈഡ്രജൻ ആറ്റവും ആ മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം അല്ലെങ്കിൽ മറ്റൊരു മോളിക്യൂളിലുള്ള ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. നമുക്കറിയാം ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായിട്ട് മെയിനായിട്ട് നമ്മൾ ക്ലോറിൻ, അങ്ങനെ ഓക്സിജൻ, നൈട്രജൻ അതിനെയൊക്കെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. ആണല്ലോ നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള 13 ഗ്രൂപ്പ് തൊട്ട് അങ്ങോട്ട് പോകുന്ന കുറച്ച് എലമെൻസിനെ ആണ് നമ്മൾ ഇലക്ട്രോനെഗറ്റീവ് എലമെൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഫ്ലൂറിനാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ അത്രയൊക്കെ വന്നാലാണ് നമ്മൾ മെയിനായിട്ടും ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് നോക്കാം. ഇനി ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ കോസ് എന്താണെന്ന് പറയാം. വെൻ ഹൈഡ്രജൻ ഈസ് ബോണ്ടഡ് ടു എ സ്ട്രോങ്ലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം എക്സ്, നമ്മൾ എക്സ് എന്നാണ് നമ്മളൊരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിന് ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ ഹൈഡ്രജനെ എച്ച്, നമുക്കറിയാം ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്. ഹൈഡ്രജനെ ക്യാപിറ്റൽ എച്ച് വെച്ച് ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ ദ ഷെയർഡ് ഇലക്ട്രോൺ പെയർ ഈസ് ഷിഫ്റ്റഡ് മോർ ടുവേർഡ്സ് എക്സ്. അത് നമ്മൾ പോളാർ ബോണ്ടിൽ പഠിച്ച കാര്യമാണ്. മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിലേക്കായിരിക്കും ഇലക്ട്രോൺ പെയറിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഏതാണോ ആ ആറ്റം ആ ബോണ്ടിലുള്ള, ആ മോളിക്യൂളിനുള്ളിലെ ബോണ്ടിലുള്ള കൂടുതൽ ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യുന്നത് ആ ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് എക്സ് എന്ന് പറയുന്ന ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആണെങ്കിൽ എക്സിന് ഏത് ചാർജ് ആയിരിക്കും കിട്ടുക? സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇനി കുറവ് അട്രാക്റ്റ് ചെയ്യുന്ന ഹൈഡ്രജൻ ആറ്റത്തിന് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും കിട്ടും. ഇത് നമ്മൾ പോളാർ ബോണ്ടിൻ്റെ കേസിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഹൈഡ്രജന് ഡെൽറ്റ പ്ലസ് ചാർജും മറ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായ എക്സിന് ഡെൽറ്റ നെഗറ്റീവ് ചാർജും ഡെൽറ്റ മൈനസ് ചാർജും വന്നു കഴിഞ്ഞാൽ ആ മോളിക്യൂളിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പോളാർ മോളിക്യൂൾ എന്ന് വിളിക്കാം. അപ്പോൾ ഈ പോളാർ മോളിക്യൂളിനുള്ളിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുക. അപ്പോൾ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം, അതേപോലെ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഉണ്ടായിരിക്കണം. അവർ തമ്മിലിടയിലുള്ള ആ ബോണ്ടിങ്ങിനിടയിൽ, അത് പോളാർ ബോണ്ടായിരിക്കും, ആ ബോണ്ടിങ്ങിനിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുക. അപ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ കോവാലൻ്റ് ബോണ്ടിങ്ങിനേക്കാളും വീക്കർ ബോണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുക. പക്ഷേ വാണ്ടർ വാൾസ് ഫോഴ്സിനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോണ്ടാണ് ഈ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ HX എന്ന് പറയുന്ന ഒരു
എച്ച് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ, എച്ച് എന്ന് പറയുന്ന ഹൈഡ്രജൻ, എക്സ് എന്ന് പറയുന്ന മറ്റൊരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള മറ്റൊരു മോളിക്യൂളുമായിട്ട്, എച്ച് എക്സ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ എച്ച് എക്സ് എന്ന് പറയുന്ന സെക്കൻഡ് മോളിക്യൂളുമായിട്ട് ഈ ഡോട്ടഡ് ലൈനെ ഉപയോഗിച്ചാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ പ്ലസ് ചാർജ് വന്നിരിക്കുന്നത് ഹൈഡ്രജൻ ആറ്റത്തിനും ഡെൽറ്റ മൈനസ് ചാർജ് വന്നിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായ എക്സിനും ആണ്. ഇനി 2 types ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, സെക്കൻഡ് വൺ ഈസ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഇന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെയല്ല, ആ മോളിക്യൂള് അതേപോലെയുള്ള മറ്റൊരു മോളിക്യൂൾ ഇന്റർ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഉണ്ട്. ഇൻട്ര എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ മോളിക്യൂൾ. നമുക്കൊരു എക്സാമ്പിളിന് ഓർത്തോനൈട്രോഫിനോൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ഓക്സിജനും ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ് ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഓക്സിജനാണ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായിട്ട് എടുക്കുക. അതിൻ്റെ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള ഓർത്തോനൈട്രോഫിനോളിലുള്ള ഹൈഡ്രജനും അതിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ഓക്സിജനുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആയിരിക്കും. അപ്പോൾ വിത്തിൻ ദ മോളിക്യൂൾ ആണെങ്കിൽ ഇൻട്രാ മോളിക്യൂളും ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആണെങ്കിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ആയിരിക്കും. ഇനി ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഹൈഡ്രജൻ ബോണ്ട് ഫോംഡ് ബൈ ഹൈഡ്രജൻ ആറ്റം ഓഫ് വൺ മോളിക്യൂൾ ആൻഡ് ദി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഓഫ് അനദർ മോളിക്യൂൾ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ എക്സ് എന്ന് പറയുന്ന ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഉണ്ട്, എക്സ് എന്ന് പറയുന്ന ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഉണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള രണ്ട് മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു എച്ച് എക്സ് മോളിക്യൂളും എടുത്തു കഴിഞ്ഞാൽ ഈ എക്സും ഈ എച്ചും തമ്മിൽ ഒരു ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബോണ്ട് വന്നു കഴിഞ്ഞാൽ, ഒരു ഹൈഡ്രജൻ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കുക. മെയിൻ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എച്ച് എഫ് മോളിക്യൂൾ നമ്മൾ പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ എച്ച് എഫ് മോളിക്യൂൾ ഉണ്ട്, അതേപോലെ വാട്ടർ മോളിക്യൂൾ NH3 മോളിക്യൂൾ. അപ്പോൾ ഒരു എച്ച് എഫ് മോളിക്യൂളിന് മറ്റൊരു എച്ച് എഫ് മോളിക്യൂളുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ടാണ് ഓർത്തിരിക്കുക. ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുക. അതേപോലെ തന്നെ വാട്ടർ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂളിൽ ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ ഓക്സിജനും നെക്സ്റ്റ് വാട്ടർ മോളിക്യൂളിൻ്റെ ഹൈഡ്രജൻ ആറ്റവുമായിട്ടായിരിക്കും ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുക. അങ്ങനെ ഡോട്ടഡ് ലൈൻസ് റെപ്രസെൻ്റ് ചെയ്ത് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വാട്ടറിലും പോസിബിളാണ്. അതേപോലെ അമോണിയ മോളിക്യൂൾ NH3 മോളിക്യൂളിലും NH3 എന്ന് പറയുന്ന ഒരു മോളിക്യൂളിന് നെക്സ്റ്റ് ഒരു NH3 മോളിക്യൂളിലെ ഹൈഡ്രജൻ ആറ്റവുമായിട്ട് അങ്ങനെ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ചാണ് ഈ 3 എക്സാമ്പിൾസിലും നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻഫ്ലുവൻസസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി കോമ്പൗണ്ട്സ്. അപ്പോൾ നമുക്കറിയാം H2O എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക. പക്ഷേ ഹൈഡ്രജൻ സൾഫൈഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഗേഷ്യസ് ഫോമിലാണ്. അപ്പോൾ ഇവയ്ക്ക് രണ്ട് പേർക്കും എന്താണ്, ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അതേപോലെ ഹൈഡ്രജൻ ആറ്റംസ് രണ്ടെണ്ണം ഉണ്ട്, പിന്നെ ഓക്സിജനും ഉണ്ട്, സൾഫറും ഉണ്ട്. ഓക്സിജനും സൾഫറും സെയിം ഫാമിലിയിലുള്ളതാണ്. അങ്ങനെ സെയിം ഫാമിലിയിലുള്ള രണ്ട് ആറ്റംസ് വരുന്ന പോലത്തെ മോളിക്യൂൾസ് ആണ് നമ്മുടെ വാട്ടർ മോളിക്യൂളും ഹൈഡ്രജൻ സൾഫൈഡും. അപ്പോൾ ഈ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന ഗേഷ്യസ് ഫോമിലും H2O എന്ന് പറയുന്ന ലിക്വിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇതിൻ്റെ അകത്ത് വാട്ടറിൻ്റെ അകത്താണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വാട്ടറിൻ്റെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, പക്ഷേ H2Sലെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ അല്ല. കാരണം എന്താണ്, ഈ സൾഫർ എന്ന് പറയുന്നത് അത്ര ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. മെയിനായിട്ടും ഫ്ലൂറിൻ അല്ലെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ അത്രയും ആറ്റംസ് ഒക്കെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതൊന്നും ഇല്ലാതെ സൾഫർ ആറ്റം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇലക്ട്രോനെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് H2Sൻ്റെ അകത്ത് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ അല്ലാത്തത്. അതുകൊണ്ട് H2S എന്ന് പറയുന്നത് ഗേഷ്യസ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, വേറാസ് H2O എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്തതാണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻട്ര എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ മോളിക്യൂൾ ആണ്. അപ്പോൾ ഒരു മോളിക്യൂൾ മെയിൻ എക്സാമ്പിൾ ഇതൊന്ന് ഓർത്തിരിക്കുക, ഓർത്തോനൈട്രോഫിനോൾ ആണ്. ഓർത്തോനൈട്രോഫിനോളിലെ അതിൻ്റെ അകത്തുള്ള ഒരു ഓക്സിജനും
അതിൻ്റെ അകത്ത് തന്നെയുള്ള ആ മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഹൈഡ്രജൻ ആറ്റവുമായിട്ടാണ് ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുക. മുമ്പ് പറഞ്ഞ എക്സാമ്പിൾസിലെല്ലാം ഒരു HF മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത HF മോളിക്യൂളുമായിട്ടാണ് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആയിരുന്നു. ഈ കേസിൽ എങ്ങനെയാണ്? ഈ ഒരു ഓർത്തോനൈട്രോഫിനോൾ എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് നടന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെയാണ് നമ്മൾ ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ ഹൈഡ്രജൻ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ദ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ദ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഓഫ് ദി സെയിം മോളിക്യൂൾ. അതുകൊണ്ടാണ് നമ്മൾ സെയിം മോളിക്യൂൾ ഡിഫറെൻറ്റ് മോളിക്യൂൾ എന്ന് പറഞ്ഞ് പ്രത്യേകം നമ്മൾ ആ ഡെഫിനിഷൻ പറഞ്ഞിരുന്നപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഡെഫിനിഷനിൽ പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ആയിട്ട് എടുക്കുക, ഇൻ്റർ മോളിക്കുലർ ആൻഡ് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതുകൂടാതെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ കോസായിട്ട് നമ്മൾ പറഞ്ഞത് ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഉണ്ടായിരിക്കണം, അതിന് പോളാർ നേച്ചർ വരുന്നു, ആ പോളാർ നേച്ചർ കാരണം അവയെ നമ്മൾ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുക. ഇനി കുറച്ച് ഈ ചാപ്റ്ററിലെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ യൂണിറ്റ് 4 കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് BeF2 ബെറിലിയം ഫ്ലൂറൈഡ് is 0 while that of H2O molecule is 1.85 dBi. Account for this on the basis of their molecular structure. നമ്മൾ BeF2ൻ്റെ കേസ് പഠിച്ചതായിരുന്നു. VSEPR തിയറിയിൽ BeF2ൻ്റെ ഷേപ്പ് പഠിച്ചത് എന്തായിരുന്നു? ലീനിയർ ഷേപ്പായിരുന്നു. H2O ഷേപ്പ് ബെൻഡ് ഷേപ്പായിരുന്നു. അപ്പോൾ BeF2 ലീനിയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ലീനിയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ BeF ബോണ്ടുകളുണ്ട്. രണ്ട് BeF ബോണ്ടിൻ്റെയും പോളാരിറ്റി തമ്മിൽ ക്യാൻസൽ ആയി പോകും. അപ്പോൾ BeF2ൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 0 ആകും നമ്മളവിടെ പഠിച്ചിരുന്നു. പക്ഷേ വാട്ടർ മോളിക്യൂളിൻ്റെ ബെൻഡ് സ്ട്രക്ചർ ആയതുകൊണ്ട് അവിടെ ഡൈപോൾ മൊമെൻറ്റ് ക്യാൻസലേഷൻ നടക്കില്ല. അതുകൊണ്ടാണ് വാട്ടറിന് 1.85 dBi ഡൈപോൾ മൊമെൻറ്റ് കാണിക്കാൻ പറ്റുന്നത്. BeF2ന് 0 വരാൻ മെയിൻ കാരണം അതിൻ്റെ ലീനിയർ ഷേപ്പാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ മോളിക്യൂൾ ഓഫ് ദ ടൈപ്പ് AB4E has 4 bond pairs of electrons and 1 lone pair of electron. Predict the most stable structure of this compound. നമ്മൾക്കറിയാം AB4E ടൈപ്പ് മോളിക്യൂൾ നമ്മൾ പഠിച്ചതാണ് VSEPR തിയറിയിൽ. അതിനകത്ത് ടോട്ടൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം, ടോട്ടൽ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ ആണ്. ആ കേസിൽ ടോട്ടൽ 5 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് ആണുള്ളത്. അപ്പോൾ 5 വരുന്നുണ്ട്. അതേപോലെ 4 ബോണ്ട് പെയറും 1 ലോൺ പെയറും ഉള്ളതുകൊണ്ട് അവിടെ മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചറായിട്ട് നമ്മൾ പഠിച്ചത് സീസോ ഷേപ്ഡ് മോളിക്യൂൾ ആയിരിക്കും. സീസോ ഷേപ്പ് സ്ട്രക്ചറുള്ള മോളിക്യൂൾ ആയിരിക്കും AB4E ടൈപ്പിൽ മോർ സ്റ്റേബിൾ എന്ന് പറഞ്ഞ് നമ്മളവിടെ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കേസ് ഇതാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ പറയുക, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഈസ് എ ലിക്വിഡ് വൈൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ഈസ് എ ഗ്യാസ്. ഇത് നമ്മൾ മുമ്പേ ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ പറഞ്ഞതാണ്. ഈ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് HF എന്ന് പറയുന്നതിൽ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. പക്ഷേ ഹൈഡ്രജൻ ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ക്ലോറൈഡിൽ അധികം നമുക്ക് ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കൂടുതൽ ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങുള്ള മോളിക്യൂൾ HF ആയതുകൊണ്ട്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആയതുകൊണ്ട് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എക്സിസ്റ്റ് ആസ് എ ലിക്വിഡ് വൈൽ ഹൈഡ്രജൻ ക്ലോറൈഡ് എക്സിസ്റ്റ് ആസ് എ ഗ്യാസ്. ഇത് നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ കാര്യം തന്നെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോ ദ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് F2 മോളിക്യൂൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ഓർഡറും അതേ തുടർന്ന് ആ ഒരു മോളിക്യൂളിൻ്റെ, ആ ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ നമ്മൾ ബോണ്ടിങ് നേച്ചറും ബോണ്ട് ഓർഡറിനെ പറ്റിയും അതേപോലെ മാഗ്നറ്റിക് നേച്ചറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരുന്നു. ഇത് കൂടാതെ നമ്മൾ അവിടെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മോളിക്യൂളിൻ്റെ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ചെറുതായിട്ട് ഒന്ന് പറഞ്ഞിരുന്നു, എങ്കിലും നിങ്ങൾ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാനോടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. ഈ കേസിൽ നമ്മൾ എടുക്കുന്ന F2 മോളിക്യൂളാണ്. അത് നമുക്കറിയാം, ഒരു ഫ്ലോറിൻ ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. F2ൻ്റെ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ ബേസിസിൽ എഴുതി ഹോംവർക്ക് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് ചെയ്തതനുസരിച്ച് നിങ്ങൾക്കറിയാം, ഫ്ലോറിൻ്റെ F2 മോളിക്യൂളിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന അന്ന് പറഞ്ഞത് എത്രയായിരുന്നു? 9 + 9 = 18 ആയിട്ടായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അങ്ങനെ ടോട്ടൽ 18 ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂളാണ് F2 മോളിക്യൂൾ. ആ F2 മോളിക്യൂളിൻ്റെ
മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അത് വരുന്നത് ഈ ഓർഡറിലായിരിക്കും. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz2, pi 2px2 equal to pi 2py2, pi star 2px2 equal to pi star 2py2. ഈ ഒരു ഫോമിൽ ടോട്ടൽ 80 ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തായിരിക്കും നമ്മുടെ F2 മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുക. ഈ ഒരു കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ കേസിൽ അൺപെയർഡ് ആയിട്ട് ഇലക്ട്രോൺസ് ഒന്നും വന്നിട്ടില്ല. എല്ലാ ഓർബിറ്റൽസും ഡബ്ലി ഒക്കുപ്പൈഡ് ആണ്. ഡബ്ലി ഒക്കുപ്പൈഡ് ആണെങ്കിൽ തന്നെ നമുക്കറിയാം ഇതിൻ്റെ മാഗ്നറ്റിക് നേച്ചർ എങ്ങനെയായിരിക്കും, ഇത് ഡയാമാഗ്നറ്റിക് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക F2 മോളിക്യൂൾ. അന്നത്തെ ഹോംവർക്ക് ചെയ്തവർക്ക് ഇത് കൃത്യമായിട്ട് അറിയാമായിരിക്കും. ഇനി ഇതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ഡയഗ്രം എങ്ങനെ വരയ്ക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്കറിയാം ഇവിടെ സിഗ്മ 1s ആണ് ഏറ്റവും ലോവസ്റ്റ് എനർജി ആയിട്ട് എടുക്കുക. ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് pi 2py ആണ്. അതായത് pi 2pxനും pi 2pyക്കും നമുക്ക് സിമിലർ എനർജി ഓർഡറാണ് നമ്മൾ കൊടുക്കുക. അങ്ങനെ ഒരു കേസിൽ ഓർബിറ്റൽ ഡയഗ്രം എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ രണ്ട് സൈഡിലുമായിട്ട് കൊടുത്തിരിക്കുന്ന ഫ്ലോറിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസ് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലായിട്ടാണ് F2 മോളിക്യൂളിൻ്റെ മോളിക്കുലർ ഓർബിറ്റലിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അത്തരം കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. രണ്ട് സൈഡിലും നമുക്ക് തന്നിരിക്കുന്ന മോളിക്യൂളിനുള്ളിലെ ആറ്റം ഏതാണോ ആ ആറ്റത്തിൻ്റെ പേര് കൊടുക്കുക, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട്. അങ്ങനെ നെയിം കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ 2s ഓർബിറ്റൽ തൊട്ടേ കാണിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ തൊട്ട് താഴെ നമുക്ക് 1s ഓർബിറ്റലിൻ്റെ ഡയഗ്രം വരയ്ക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ആവശ്യമില്ല. നമുക്ക് ഹയർ എനർജി ഓർബിറ്റൽസ് നോക്കിയാൽ മാത്രം മതിയാവും. കാരണം ഡയാമാഗ്നറ്റിക് നേച്ചറൊക്കെ പറയാനായിട്ട് നണ്ണിൽ 1s ഫുള്ളി ഫിൽഡ് ആയതിനു ശേഷമേ 2sലേക്കും 2pയിലേക്കും ഒക്കെ നമ്മൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ പോവുള്ളൂ. അപ്പോൾ 2s തൊട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഓർബിറ്റൽ എനർജി ഡയഗ്രത്തിൽ വരച്ചാൽ മതിയാവും. 1s തൊട്ട് വരയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ 2s തൊട്ട് വരയ്ക്കുക. 2sൻ്റെ കേസിൽ നമുക്കറിയാം രണ്ട് 2s അറ്റോമിക് ഓർബിറ്റൽസിൽ ടോട്ടൽ 4 ഇലക്ട്രോൺസ് ആണ്. നമ്മളെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2s അറ്റോമിക് ഓർബിറ്റൽസ് നോക്കാം. സിഗ്മ 2s ഉണ്ട്, സിഗ്മ സ്റ്റാർ 2s ഉണ്ട്. സിഗ്മ 2sൽ 2 ഇലക്ട്രോൺ ഉണ്ട്, സിഗ്മ സ്റ്റാർ 2sലും 2 ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. അങ്ങനെ 2 ഇലക്ട്രോൺസ് സിഗ്മ 2sലും സിഗ്മ സ്റ്റാർ 2sലും ഫില്ല് ചെയ്തു. അങ്ങനെ നമ്മുടെ സിഗ്മ 2s ഓർബിറ്റൽസും സിഗ്മ സ്റ്റാർ 2s ഓർബിറ്റലും ഫില്ല് ചെയ്തു. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ഓർബിറ്റൽ ഡയഗ്രത്തിലെ പിക്ചർ ഏതാണ്? സിഗ്മ 2pz ആണ്. സിഗ്മ 2pzലെ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 2px 2py 2pz നോട്ട് ചെയ്യുക. ഇത് എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ അറ്റോമിക് ഓർബിറ്റലാണ്. സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന സിഗ്മ 2pz ഉണ്ട്, pi 2pxും pi 2pyയും ഉണ്ട്. നെക്സ്റ്റ് pi സ്റ്റാർ 2pxും pi സ്റ്റാർ 2pyയും ഉണ്ട്. ലാസ്റ്റ് സിഗ്മ സ്റ്റാർ 2pzും ഉണ്ട്. അങ്ങനെ എല്ലാ കേസും നമ്മൾ കറക്റ്റായിട്ട് വരച്ചതിന് ശേഷം ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ എല്ലാ ഓർബിറ്റിലും ഡബ്ല്യു ഒക്കുപ്പൈഡ് നമ്മൾ എത്രയാണോ കോൺഫിഗറേഷനിൽ എഴുതിയ ഇലക്ട്രോണിൻ്റെ എണ്ണം അത്രയും തന്നെ കൊടുത്താണ് ഇവിടെ ഫില്ലിങ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽ എനർജി ഡയഗ്രാം വരയ്ക്കാവുന്നതാണ്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓർബിറ്റൽ ഏതാണോ അതിനെ രണ്ട് സൈഡിലുമായിട്ട് വരയ്ക്കുന്നു ആറ്റത്തിൻ്റെ. പിന്നെ സെൻറ്ററിൽ നമ്മൾ സിഗ്മ ഇട്ടും പൈ ഇട്ടുമുള്ള ഡിനോട്ട് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ തന്നെ എനർജി എഴുതുന്നു. ഇവിടെ നമ്മൾ F2 മോളിക്യൂൾ എടുത്തുകൊണ്ടാണ് ഫസ്റ്റ് ഇവിടെ സിഗ്മ 2pz വന്നത്. അതിനുശേഷം pi 2px ഈക്വൽ ടു pi 2py വന്നിരിക്കുന്നതെന്നും കൂടെ ഓർത്തേക്കണം. ഇനി നമുക്ക് N2 മോളിക്യൂൾ ആയിരുന്നു തന്നിരുന്നെങ്കിൽ ഇത് രണ്ടും കൂടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് എനർജി ഓർഡർ തിരിഞ്ഞു വന്നതിനുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ ഏത് മോളിക്യൂളിൻ്റെ വേണമെങ്കിലും മോളിക്കുലർ ഓർബിറ്റൽ എനർജി ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ ലോവസ്റ്റ് എനർജിയിലുള്ളത് ഏത് ഓർബിറ്റലാണോ അതിനെ ഫസ്റ്റ് വരയ്ക്കാനും മുകളിലേക്ക് നമ്മൾ ഹയർ എനർജി ഓർബിറ്റൽസിനെ ഫില്ല് ചെയ്ത് ഇലക്ട്രോൺ ഫില്ലിങ്ങും കറക്റ്റായിട്ട് കൊടുത്ത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണോ ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇവിടെയും ഇലക്ട്രോണിൻ്റെ അലൈൻമെൻ്റ് എല്ലാം കറക്റ്റാക്കി കൊടുക്കുക. അതേപോലെ ഇത് വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാ ഓർബിറ്റൽസും ഫുള്ളി ഫിൽഡ് ആണ്, അല്ലെങ്കിൽ ഡബ്ല്യു ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് F2 എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ് O3 മോളിക്യൂൾ. O3 എന്ന് പറഞ്ഞാൽ 3 ഓക്സിജൻ ആറ്റംസ് ആണുള്ളത്. ആ ഓക്സിജൻ ആറ്റംസിൻ്റെ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാനുള്ള അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്.
O3 എന്ന് പറയുന്നത് പ്ലസ് ചാർജ് വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, NaCl BeCl2 AlCl3 വിച്ച് ഈസ് മോർ കോവാലൻറ്റ്. നമ്മൾ ഫജാൻസ് റൂൾ പഠിച്ചപ്പോൾ അവിടെ ഒരു കണ്ടീഷനായിട്ട് പറഞ്ഞിരുന്നത് കാറ്റോണിൻ്റെ ചാർജ് കൂടുതലാവുകയും അതേപോലെ കാറ്റോണിൻ്റെ സൈസ് കുറവാവുകയും ചെയ്യുവാണെങ്കിൽ നമ്മുടെ കോവാലൻ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ആ മോളിക്യൂളിൽ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ആനയോൺ എല്ലാം സെയിം ആണ്, ക്ലോറിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. NaCl എടുത്താലും BeCl2 എടുത്താലും AlCl3 എടുത്താലും ആനയോൺ എന്ന് പറയുന്നത് ക്ലോറിനാണ്. പക്ഷേ ക്ലോറിനെ പ്രത്യേകിച്ചൊന്നും അതുകൊണ്ട് നോക്കാനില്ല. 3 മോളിക്യൂളിലെയും ക്ലോറിനാണ് ആനയോണായിട്ട് വരുന്നത്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കാറ്റയോൺ ആണ്. ഫസ്റ്റ് കേസിൽ സോഡിയം, സെക്കൻഡ് കേസിൽ ബെറിലിയം, തേർഡ് കേസിൽ അലുമിനിയം. നമുക്ക് ഈ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അലുമിനിയം എന്ന് പറയുന്നതാണ് കൂടുതൽ അറ്റോമിക് നമ്പറുള്ള ആറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ചാർജ് മാർക്കായിരിക്കും. അലുമിനിയത്തിൻ്റെ ചാർജ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അലുമിനിയം +3 ആണ് ചാർജ് വരിക, ബെറിലിയത്തിന് +2 ചാർജാണ് വരിക, സോഡിയത്തിന് +1 ചാർജ് ആയിരിക്കും വരിക. അപ്പോൾ കൂടുതൽ ചാർജ് ഉള്ളത് അലുമിനിയത്തിനാണെന്ന് മനസ്സിലായി. ഇനി സൈസ് നോക്കിക്കഴിയുവാണെങ്കിൽ കുറവ് സൈസ് ഉള്ളതായിരിക്കും നമ്മുടെ അലുമിനിയം എന്ന് പറയുന്നത്. അങ്ങനെ കൂടുതൽ ചാർജും കുറവ് സൈസുമായിട്ടുള്ള മോളിക്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ AlCl3 മോളിക്യൂളായിരിക്കും. അതുകൊണ്ട് AlCl3 ആയിരിക്കും മോർ കോവാലൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. മെയിൻ കാരണം നമ്മുടെ ഫജാൻസ് റൂളിലെ കണ്ടീഷൻസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഓഫ് N2 ആൻഡ് O2 മോളിക്യൂൾസ്. കമ്പയർ ദ സ്റ്റെബിലിറ്റി മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ദീസ് മോളിക്യൂൾസ് ഓൺ ദി ബേസിസ് ഓഫ് MO തിയറി. നമ്മൾ ചെയ്ത കാര്യമാണ്. N2 മോളിക്യൂളിൽ 14 ഇലക്ട്രോൺസ് ആണ്, O2 മോളിക്യൂളിൽ 16 ഇലക്ട്രോൺസും ആണ്. ഇനി N2 മോളിക്യൂളിലെ 14 ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് σ1sലെ 2 ഇലക്ട്രോൺ, ദെൻ σ*1sലെ 2 ഇലക്ട്രോൺ, σ2sലെ 2 ഇലക്ട്രോൺ, σ*2sലെ 2 ഇലക്ട്രോൺ, നെക്സ്റ്റ് π2px π2pyൽ 2 ഇലക്ട്രോൺസ്, ലാസ്റ്റ് σ2pzൽ 2 ഇലക്ട്രോൺ. അങ്ങനെ നമുക്ക് N2 മോളിക്യൂളിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. നെക്സ്റ്റ് O2 മോളിക്യൂളിലെയും കറക്റ്റായിട്ട് എഴുതുന്നു. അവിടെ വന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് σ2pz ആദ്യം വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടല്ലോ, ആ σ2pzലുള്ള വ്യത്യാസമാണ് 14 ഇലക്ട്രോൺസിൻ്റെയും 14 ഇലക്ട്രോൺസ് ഉള്ള നൈട്രജൻ്റെയും 16 ഇലക്ട്രോണിലുള്ള ഓക്സിജൻ്റെയും കേസിൽ ഡിഫറൻസ് വരുന്നത്. ഇനി രണ്ടുപേരുടെയും നമ്മൾ ബോണ്ട് ഓർഡർ നോക്കുന്നു. ബോണ്ട് ഓർഡർ കാണുന്നുള്ള ഇക്വേഷൻ NB മൈനസ്, അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ബോണ്ടിങ് ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽ ഡിവൈഡ് ബൈ 2. രണ്ട് കേസിൽ നമ്മൾ ചെയ്ത് നോക്കുന്നു. നമ്മൾ N2 മോളിക്യൂളിൻ്റെ 3 എന്നും O2 മോളിക്യൂളിൻ്റെ 2 എന്നുമുള്ള ബോണ്ട് ഓർഡർ കിട്ടുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത്, N2 മോളിക്യൂളിൽ 3 ആണെങ്കിൽ അവിടെ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും നൈട്രജൻ ആറ്റംസിനിടയിലുള്ളത്. O2 മോളിക്യൂളിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഡബിൾ ബോണ്ട് ആയിരിക്കും. അങ്ങനെ നോക്കി കഴിയുമ്പോൾ മോർ സ്റ്റേബിളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് ഏതായിരിക്കും? N2വിന് കൂടുതൽ ബോണ്ട് ഓർഡർ ഉള്ളത് കൊണ്ട് മോർ സ്റ്റേബിളായിട്ട് N2 ആയിരിക്കും നിൽക്കുക. അതേപോലെ തന്നെ ഡയാമാഗ്നറ്റിക് നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ N2 മോളിക്യൂളിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഓർബിറ്റൽസും ഡബ്ല്യു ഒക്യുപ്പൈഡ് ആണ്. പക്ഷേ O2വിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ π2px π2pyൽ 1 ഇലക്ട്രോൺസ് വെച്ചേ ഉള്ളൂ. അതുകൊണ്ട് അത് ഡബ്ല്യു ഒക്യുപ്പൈഡ് അല്ല. അതുകൊണ്ട് O2 എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആയിരിക്കും, പക്ഷേ N2 എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക്കും ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ചെയ്യാനായിട്ട് പഠിക്കണം. ഇവിടെ പ്രത്യേകം ഓർത്ത് വെക്കേണ്ടത് മോളിക്കുലർ ഓർബിറ്റൽ എനർജി ഡയഗ്രാം കൂടി വരയ്ക്കാനായിട്ട് നിങ്ങൾ റെഡി ആവണം. അപ്പോൾ നമ്മുടെ യൂണിറ്റ് 4 കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ പോർഷൻ കംപ്ലീറ്റ് ആയിരിക്കുവാണ്. താങ്ക് യു.